ഇന്ന് നമ്മൾ സ്കൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വിത്ത് ഗിയറിൽ ലൈസൻസ് എടുക്കുന്നവർക്ക് എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒട്ടനവധി കമന്റുകളാണ് വന്നത്. അപ്പോൾ നിലവിൽ ഇപ്പൊ നിങ്ങൾ ഓഗസ്റ്റ് തൊട്ട്, ആദ്യമേ ഒരു സർക്കുലർ ഇറങ്ങിയതാണ് ഓഗസ്റ്റ് മുതൽ MIT പറ്റില്ലാന്ന്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തു തരുന്നതും MITയിലാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ബൈക്കിലോട്ട് മാറുമ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ 3 മാസം മുന്നേ പറഞ്ഞാണ് MIT ഇനി ഓഗസ്റ്റ് മുതൽ 1 മുതൽ എടുക്കാൻ സമ്മതിക്കുക. അത് 22 വർഷം പഴക്കമുള്ള വാഹനങ്ങളിലൊന്നും ടെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ള അത് സർക്കുലർ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒരു വണ്ടി, ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് വണ്ടി മാറിയത് കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് 2-3 കാര്യങ്ങൾ പറയാം. നിങ്ങൾക്കിപ്പോൾ MITയിലാണെങ്കിൽ MIT ബൈക്കിലാണ് എടുക്കാൻ കുറച്ചുകൂടി എളുപ്പം. അതുപോലെ സ്കൂട്ടിയിൽ എടുക്കുന്നവർക്ക് നിലവിൽ നിങ്ങൾ വണ്ടി ഓടിക്കാൻ അറിയുന്നെങ്കിൽ നിങ്ങൾക്ക് 8 എടുക്കാം. നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. ആക്സിലേറ്ററും കൊടുത്ത് നമുക്ക് 8 എടുക്കാൻ നിരപ്പ് സ്ഥലമാണ്. അപ്പോൾ നിർബന്ധം ആക്സിലേറ്റർ കൊടുത്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് കൊടുക്കുമ്പോൾ വണ്ടി പുള്ളിങ് ആയി ചിലപ്പോൾ കമ്പിക്ക് അല്ലെങ്കിൽ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബൈക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 8 എടുക്കുക. പിന്നെ റോഡ് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് സ്കൂട്ടിയിൽ റോഡ് ഓടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിത്ത് ഗിയറിലായിരിക്കും നിങ്ങൾ ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അതിനകത്ത് നമ്മൾ ടെസ്റ്റ് എടുക്കുന്ന അന്നേ ദിവസം തന്നെ നിങ്ങൾ ടെസ്റ്റ് ഷീറ്റിലോ അല്ലെങ്കിൽ ഫോം 3-ലോ നിങ്ങൾ എഴുതി കൊടുക്കണം, എനിക്ക് പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ ലൈസൻസ് മതി എന്ന് പറഞ്ഞിട്ട്. വിത്തൗട്ട് ഗിയറിന്റെ ലൈസൻസ് മതി എന്നുള്ളത് നിങ്ങളത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വിത്തൗട്ട് ഗിയറിന്റെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, 8 എടുക്കുന്നത് വിത്ത് ഗിയർ ബൈക്കിലോ ഏതെങ്കിലും ഒരു വണ്ടിയിൽ വിത്ത് ഗിയർ ബൈക്കിൽ എളുപ്പമായി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, 8 പാർട്ട് 1 എടുക്കുക. അതിന് പാർട്ട് 2 വരുന്നത് റോഡാണ്. റോഡ് ഓടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കൂട്ടിയിൽ റോഡ് ഓടിച്ചു കഴിഞ്ഞാൽ വിത്തൗട്ട് ഗിയറിന്റെ ലൈസൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക, ടെസ്റ്റിന് പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഇനി പല വണ്ടികളിൽ വരുന്നുണ്ട്. നമ്മളിപ്പം സ്പ്ലെൻഡറിലാണ് 8 എടുക്കുന്നത്, TVS, അങ്ങനെ പിന്നെ CT100, ബജാജിൻ്റെ വണ്ടി, അതുപോലെ ഹീറോയിൻ്റെ വണ്ടി, അങ്ങനെ ഒട്ടനവധി വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമുക്ക് 8 എടുക്കാൻ ഏതാണ് എളുപ്പം, വെയിറ്റ് അധികം പാടില്ല, അങ്ങനത്തെയൊക്കെ വണ്ടികൾ നിങ്ങൾ നോക്കിയെടുക്കുക. പിന്നെ സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ആ സ്പീഡ് കൺട്രോൾ ചെയ്ത് അതൊക്കെ 2-3 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി, 8 എടുത്താൽ മതി. അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ ഇവിടെ കൊടുക്കുന്നത് സ്പ്ലെൻഡർ പ്ലസ് ആണ്, ഹീറോയിൻ്റെ, അത് കുറച്ചും കൂടി എളുപ്പമാണ് ഒക്കെ എടുക്കാനൊക്കെ. പിന്നെ വിത്തൗട്ട് ഇപ്പോൾ ലേഡീസൊക്കെ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പിന്നെ സ്കൂട്ടിയിലൊക്കെ ഏതെങ്കിലും ഒരു സ്കൂട്ടിയിൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിലാണെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനത്തിൽ എൽബോർഡും ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും എൽബോർഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ വാഹനത്തിൽ നിങ്ങൾക്ക് സ്വന്തം വാഹനത്തിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 8 എടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും, ബൈക്കിൽ എടുത്തു കഴിഞ്ഞിട്ട് സ്കൂട്ടിയിൽ എടുത്താൽ മതി. ഇത്രയാണ്. ഇനിയിപ്പോൾ സ്കൂട്ടിയിൽ ബൈക്കിൽ റോഡ് ഓടിക്കുമ്പോൾ പല ആൾക്കാർക്കും ഗിയറും മറ്റും കാലിൽ ഗിയറാകുമ്പോൾ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും സ്കൂട്ടിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്കൂട്ടിയിൽ എടുക്കുമ്പോഴും ഉണ്ട് നിങ്ങൾക്ക് ഹാൻഡ് സിഗ്നൽ. ഇപ്പോൾ സ്കൂട്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ മാത്രം ഇട്ടാൽ മതി, ഹാൻഡ് സിഗ്നലിൻ്റെ പ്രശ്നമില്ല. പക്ഷേ വിത്ത് ഗിയർ വരുമ്പോൾ നിങ്ങൾ നിർബന്ധമായി ഹാൻഡ് സിഗ്നൽ കാണിക്കണം. അപ്പോൾ ഇത്രയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുന്ന മാറ്റങ്ങളൊക്കെ. നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പം സ്കൂട്ടിയാണ് എടുക്കേണ്ടത്, 8 എടുക്കണമെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് സ്കൂട്ടിയിൽ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരു വീഡിയോയിലോട്ട് കണ്ടു നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ സ്കൂട്ടിയിൽ വിത്തൗട്ട് ഗിയർ ലൈസൻസിന് അപേക്ഷിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളെ വിത്തൗട്ട് ഗിയർ, നിലവിലിപ്പോൾ വിത്ത് ഗിയറിലായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അത് നിങ്ങൾ വിത്തൗട്ട് ആക്കുമ്പോൾ സ്കൂട്ടികൾ മാത്രമാണ്, ഓട്ടോമാറ്റിക് വാഹനങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ മാനുവലായിട്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ്, കാലിൽ ഗിയർ വരുന്ന എല്ലാ വണ്ടികളും, കാലിലായിട്ടോട്ടെ കയ്യിലായിക്കോട്ടെ, ആ ഒരു വണ്ടികൾ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റില്ല. നമ്മൾ പോലീസ് ചെക്കിങ് പിടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇൻഷുറൻസ് വണ്ടികൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ക്ലെയിം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ മാക്സിമം എന്ത് ചെയ്യുക, അതായത് വിത്ത് ഗിയർ വരുമ്പോൾ നിങ്ങൾക്ക് സ്കൂട്ടി ഓടിക്കാം, സാധാ ബൈക്കുകൾ ഓടിക്കാം. വിത്തൗട്ട് ആകുമ്പോൾ സ്കൂട്ടികൾ, വിത്തൗട്ട് ഗിയർ വണ്ടികൾ മാത്രമാണ് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും നിങ്ങൾ അത് ശ്രദ്ധിക്കണം. എല്ലാവരും തന്നെ വിത്തൗട്ട് ലൈസൻസ് എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പരമാവധി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വിത്ത് ഗിയർ തന്നെ ലൈസൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വിത്ത് ഗിയറിനും വിത്തൗട്ട് ഗിയറിനും ഒരേ അളവാണ് വരുന്നത്, അളവിലൊന്നും സെയിം ഒന്നുമില്ല. നമ്മൾ ഓട്ടോ എല്ലാത്തിൻ്റെയും അളവൊക്കെ ഒന്ന് തന്നെയാണ്. നമുക്കൊന്ന് സ്കൂട്ടിയിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ സ്കൂട്ടിയിൽ എടുക്കുമ്പോൾ നമ്മൾ ചെറിയൊരു ആക്സിലേറ്റർ കൊടുത്തിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ മറ്റു വണ്ടികളിലൊക്കെ ചെറിയൊരു സ്ലോ റണ്ണിങ് ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാവരും ഹെൽമെറ്റും അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വണ്ടി എടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് നമ്മുടെ എന്ത് ചെയ്യുന്ന റൈറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്.
അപ്പൊ നമ്മൾ ബ്രേക്കിൽ ചെറിയൊരു കൈ വിരൽ വേണം. ബ്രേക്ക് ബ്രേക്കിലാണ് ഞാനിപ്പോൾ കൈ വെച്ചേക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ സാധാ ഇത് ഇങ്ങനെ ചേർന്ന്, അപ്പൊ ആക്സിലേറ്ററും വേണം, ഇവിടെ ബ്രേക്കും കൊടുക്കണമെന്നുണ്ട്. അപ്പൊ ബ്രേക്ക് വലിയ സ്പീഡ് കൂടാനും പാടില്ല, നമുക്ക് എന്ത് ചെയ്യാം, കാല് കുത്തുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഈ സ്കൂട്ടിയിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കണം, നമുക്ക് കാല് കുത്താനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു കാല് കയറ്റി വെച്ച് ചെറിയൊരു ബ്രേക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സ്പീഡ് കൂടി, ഇനി സ്പീഡ് കുറയ്ക്കണം. ബ്രേക്ക് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പതുക്കെ ഇങ്ങനെ വന്ന് അവിടെ ഒരു ചെറിയൊരു ആക്സിലേറ്ററും കൊടുത്തിട്ടേ നമുക്ക് ഈ വിത്തൗട്ട് ഗിയർ എടുക്കാൻ പറ്റും. അതാ പറഞ്ഞത്, നമ്മൾ അത്രയും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ലൈസൻസ് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വിത്ത് ഗിയർ ബൈക്കിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ്. റോഡ് മാത്രം എന്ത് ചെയ്യുക, സ്കൂട്ടിയിൽ ഓടിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളെന്ത് ചെയ്യുന്നു, ആദ്യമേക്കെ അങ്ങനെ എടുക്കുമ്പോൾ കാല് കുത്തിയിട്ട് പതുക്കെ ഇങ്ങനെ രണ്ട് കാലും കുത്തി ആക്സിലേറ്റർ കൊടുത്ത് പതുക്കെ ഇവിടെ വരുന്നു, ഈ ഒരു സൈഡ് ചേർന്ന് അത് കഴിഞ്ഞ് പതുക്കെ ഇങ്ങനെ കാലിങ്ങനെ സപ്പോർട്ട് ചെയ്ത് ചെറിയൊരു ആക്സിലേറ്ററും കൊടുത്ത് എടുത്താൽ മതി. വണ്ടി ഓടിക്കുന്നവർക്ക് കുറച്ചൊരു എളുപ്പമാണ് പഠിച്ചെടുക്കാൻ. ഇപ്പോൾ സൈക്കിൾ ബാലൻസ് അതുപോലെ വണ്ടിയൊന്നും ഓടിക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് സ്കൂട്ടിയിലൊരു എട്ടെടുക്കൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ സ്കൂട്ടി എടുക്കുന്നവര് പരമാവധി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നമുക്കിപ്പം ഇനിയാണ് നമ്മൾ കാണുന്ന റോഡ് ടെസ്റ്റ് നമുക്ക് എങ്ങനെ ഓടിക്കും നമുക്ക് കാണാം. നമ്മുടെ ബൈക്കിന്റെ റോഡ് ടെസ്റ്റിനെക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് സ്കൂട്ടീന്റെ വിത്തൗട്ട് ഗിയർ വരുമ്പോൾ. നിങ്ങൾ ഇൻഡിക്കേറ്റർ മാത്രം ഉപയോഗിച്ചാൽ മതി. വലതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ വണ്ടി ഇടതുവശത്താണ് വണ്ടി ഇരിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടണം. റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് നിങ്ങൾ കുറച്ച് വണ്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഓഫ് ആക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ അവിടെ റോഡിന്റെ സെൻറ്ററിൽ കൂടെ ഇറങ്ങി, ഇപ്പം മെയിൻ റോഡിൽ കൂടെയാണ് രണ്ട് വണ്ടിക്കും ടെസ്റ്റ് വരുന്നത്. പിന്നെ മെയിൻ റോഡിൽ വണ്ടി ഇറങ്ങി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടുന്ന് പോക്കർ റോഡിൽ ഇറങ്ങി പോക്കർ റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ടാണ്. അപ്പോൾ മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഇപ്പോൾ യു ടേൺ തിരിയണം. വലതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് പിന്നെ റോഡിന്റെ സെൻറ്ററിൽ കൂടെ കുറച്ച് ഒരു 50 മീറ്റർ പോയി ലാസ്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ വീണ്ടും വലതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇടണം. പിന്നെ യു ടേൺ ചെയ്ത് കഴിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുക. പിന്നെ നേരെ വരുന്നു. പിന്നെ ലെഫ്റ്റിലോട്ട് വരുമ്പോൾ എത്തുന്നതിന് മുമ്പ്, വണ്ടി നിർത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് അത് ഓഫാക്കി വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫാക്കിയാൽ മതി. ഇൻഡിക്കേറ്റർ ഇട്ടപാട് വണ്ടി ഓഫ് ആക്കരുത്. എന്നിട്ട് ഇത്രയും കാര്യങ്ങളാണ് റോഡ് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡ് മിററൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. മിറർ കറക്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ എന്ത് ചെയ്യുന്നു, ഇറങ്ങിയ പാടെ നിങ്ങൾക്ക് ആ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കാം. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇവിടെ ഞാനിപ്പോൾ മെയിൻ റോഡിലോട്ടാണ് എത്തുന്നത്. മെയിൻ റോഡിൽ എത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പതുക്കെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് വീണ്ടും ഇവിടുന്ന് എന്ത് ചെയ്യാം, വലതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കി. എന്നിട്ട് ഇൻഡിക്കേറ്റർ ഓഫ് ആക്കരുത്. എന്നിട്ട് ഈ റോഡിന്റെ ഒരു ഇടതുവശം എത്തി കഴിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഓഫാക്കി നേരെ ഇടതുവശം ചേർന്ന് പോവുക. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് വലതുവശത്തേക്ക്, ഇനിയിപ്പോൾ വലതുവശത്തേക്ക് ഇട്ട് വീണ്ടും നമ്മൾ ഇപ്പോൾ യു ടേൺ തിരിയണം. വലതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് പിന്നെ റോഡിന്റെ സെൻറ്ററിൽ കൂടെ കുറച്ച് ഒരു 50 മീറ്റർ പോയി ലാസ്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ വീണ്ടും വലതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇടണം. പിന്നെ യു ടേൺ ചെയ്ത് കഴിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുക. യു ടേൺ തിരിഞ്ഞ് കഴിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കണം. അത് കഴിഞ്ഞിട്ട് വരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുക. എന്നിട്ട് പതുക്കെ ഇങ്ങനെ പോവുക. ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് പിന്നെ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കരുത്. നമ്മൾ വണ്ടി നിർത്തി അവിടെ എത്തുന്നോടം വരെ ഇൻഡിക്കേറ്റർ ഓൺ ആയിക്കൊണ്ടിരിക്കണം. വണ്ടി നിർത്തി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വിത്തൗട്ട് ഗിയറിൻ്റെ ഒക്കെ ടെസ്റ്റ് വരുന്നത്.
അപ്പോൾ എല്ലാവരും പാർട്ട് 1 ബൈക്കിലെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വണ്ടി അത് 2-3 പ്രാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ ബൈക്കിൽ തന്നെ റോഡ് ഓടിക്കാൻ പറ്റുന്നതാണ്. ഇനി അഥവാ പറ്റുന്നില്ലാത്തവർ വിത്തൗട്ട് ഗിയറിൻ്റെ ലൈസൻസ് വേണ്ടവർ അപേക്ഷ എഴുതണം. അപേക്ഷ ചെയ്തിട്ട് നിങ്ങളുടെ ടെസ്റ്റ് പോകുന്ന അന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഫോമിൻ്റെ ഒപ്പം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തൗട്ട് ഗിയറിൻ്റെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ അഥവാ ഇനിയിപ്പോൾ MIT-യിലായിരിക്കും പല ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകുക, റോഡ് ഓടിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ, സ്കൂട്ടിയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സിഡൻറ്റ് മാത്രം നോക്കിയാൽ മതി, ഗിയറിലോട്ട് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി റോഡൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ലേഡീസൊക്കെ എന്ത് ചെയ്യുക, സ്കൂട്ടി തന്നെ ഓടിക്കുക. ഇനിയിപ്പം ബൈക്ക് ഓടിക്കുന്നവരൊക്കെ, അപ്പോൾ പല ആൾക്കാരും ബൈക്ക് ഓടിക്കുന്നവരുണ്ടാവും. ബൈക്ക് ഓടിക്കുന്നവർ എന്ത് ചെയ്യുക, ബൈക്കിൽ തന്നെ റോഡ് ടെസ്റ്റ് ഓടിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് വിത്ത് ഗിയറിൻ്റെ ലൈസൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ വിത്ത് ഗിയറിൻ്റെ ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വണ്ടികൾ ഓടിക്കാം, അതുപോലെ സ്കൂട്ടി ഓടിക്കാം. അപ്പോൾ ഇത്രയാണ് ആ വിത്ത് ഗിയറിൻ്റെ ഉപകാരം വരുന്നത്. അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, പരമാവധി അതിനുള്ള മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.